അതെ, ഒരു മദ്രാസ് സ്റ്റൈൽ ചിക്കൻ കറി വെച്ചാലോ? അതിൻ്റെ കൂടെ നല്ല മുരുമുരാ മുരിഞ്ഞ ദോശയും കൂടി ഉണ്ടെങ്കിലോ? അടിപൊളിയായിരിക്കില്ലേ? അപ്പോൾ നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പാൻ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് അത് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർക്കാം. അത് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു വലിയ സവാള പേസ്റ്റ് ആക്കിയതും 2 പച്ചമുളകും 1 തണ്ട് കറിവേപ്പിലയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യണം. ഒനിയൻ മിക്സിലേക്ക് ഒരു 2 വലിയ ടൊമാറ്റോയുടെ പ്യൂരി എടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി പ്യൂരി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും 1 വലിയ ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നോർമൽ ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡറും 1 ടീസ്പൂൺ ജീര പൗഡറും 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നല്ലപോലെ വൃത്തിയാക്കിയ ചിക്കൻ ആഡ് ചെയ്യാം. 1/2 കിലോ ചിക്കനാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ചിക്കൻ ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മസാല എല്ലാം പിടിക്കാൻ പാകത്തിന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. കുറച്ച് വാട്ടറാണ് കേട്ടോ ആഡ് ചെയ്യുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ചിക്കനിൽ തന്നെ കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വേവാനായിട്ട് വയ്ക്കാം. നല്ല പോലെ അത് വെന്ത് ഈ മസാലയെല്ലാം അതിലേക്ക് നന്നായിട്ട് പിടിക്കണം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് തിളച്ച് മസാലയൊക്കെ പിടിച്ച് വരുമ്പോൾ നമുക്ക് ഒരു 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ കറി നല്ല പോലെ മസാലയിൽ കിടന്ന് തന്നെ വേവണം. ഇനി അതിലേക്ക് നമുക്കൊരു 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യും കൂടി വന്നാലാണ് അതിന് അടിപൊളിയായിട്ടുള്ള ഒരു ടേസ്റ്റ് വരത്തുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ മദ്രാസ് സ്റ്റൈൽ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയില കൂടി ചേർക്കാം. ആ മല്ലിയിലയുടെ ഫ്ലേവറും കൂടി വരുമ്പോഴാണ് അതിന് ആ അടിപൊളി ടേസ്റ്റ് വരത്തുള്ളൂ. നമ്മൾ വളരെ പെട്ടെന്നാണ് കേട്ടോ വീഡിയോ കാണിക്കുന്നത്. ഏകദേശം 10 to 20 മിനിറ്റ്സ് എടുക്കും ഈ ചിക്കൻ ഈ ഗ്രേവിയിൽ കിടന്ന് കുക്ക് ആവാനായിട്ട്. ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയും കഴിക്കാനായിട്ട് നല്ല അടിപൊളി ചിക്കൻ കറിയാണ്. ചപ്പാത്തിയുടെയും ചോറിൻ്റെയും കൂടെ കഴിക്കാം. പക്ഷേ കൂടുതലായിട്ടും ഇഡ്ഡലിയുടെയോ ദോശയുടെയോ കൂടെ കഴിച്ചാലാണ് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ദോശയുടെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.